ഏവർക്കും അഡ്ഹോക് ലേണിംഗിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കുള്ള സിലബസിൽ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന ജയിലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് അശ്വിൻ എ. ഇന്ന് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ജയിലുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ജയിലുകൾ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ സെഷനകത്ത് നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമായി നോക്കുന്നത് സെൻട്രൽ പ്രിസൺ ആണ്. സെൻട്രൽ പ്രിസൺ, പണ്ട് സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോംസ് എന്നുള്ള രീതിയിലേക്ക് പേരെല്ലാം മാറ്റി അല്ലെ. ഇപ്പോൾ കറക്ഷണൽ മെത്തേഡ്സ് ആണ്. സോ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്നവരെയും, കൺവിക്റ്റ് ചെയ്ത് 6 മാസത്തിലധികം തടവ് ശിക്ഷ ഉണ്ടെങ്കിൽ അവരെയും, അതുപോലെ കരുതൽ തടവുകാരെയും, പ്രിവെന്റീവ് ഡിറ്റൻഷൻ അല്ലെ, അങ്ങനെയുള്ള കരുതൽ തടവുകാരെയും, സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവരെയും, സിവിൽ ശിക്ഷ വിധിച്ചവരെയും, സുരക്ഷാ കാരണങ്ങളാൽ മറ്റു ജയിലുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന തടവുകാരെയും പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനമാണ് സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമുകൾ. അപ്പോൾ കുറേ കാരണങ്ങൾ പറഞ്ഞു. എന്തല്ല, കൺവിക്ഷൻ ആയിട്ടുള്ള ആൾക്ക് 6 മാസത്തിലധികം കൺവിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രതിയാണെന്ന് വിചാരിക്കാം, അവരെ പാർപ്പിക്കാൻ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകാം. ഒന്ന്. രണ്ടാമത് നമ്മൾ പറഞ്ഞതാ, ഈ കരുതൽ തടവുകാർ, പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ എടുക്കുന്ന ആൾക്കാർ. പിന്നെ ഒന്ന് സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവരെ, കോർട്ട് മാർഷൽ ശിക്ഷിക്കപ്പെട്ടവരെ. അതുപോലെ സിവിൽ ശിക്ഷ എന്ന് പറയുമ്പോൾ പല കേസുകളിൽ സിവിൽ കോടതികളിൽ നിന്നും സിവിൽ കേസുകളായിട്ട് നടത്തി അതിൻ്റെ എക്സിക്യൂഷൻ നടത്തുന്ന സമയത്ത് സിവിലിലെ ഒരാൾക്കെതിരെ പ്രതികൂല വിധിയായി, ദെൻ അവരോട് ഇപ്പോൾ മണി സൂട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള കേസുകൾ, സിവിൽ കേസുകൾ ഉണ്ടാവാം. ആ സിവിൽ കേസുകൾ അതിനകത്ത് കൊടുക്കേണ്ട പണം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ വിധിയിൽ പറയുന്നത് കാര്യം കൃത്യമായി നടപ്പിലാക്കാതിരിക്കുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സിവിൽ ജയിലുകളിലേക്ക് എന്ത് ചെയ്യാം, ഇംപ്രസൺമെന്റിനെ അയക്കാറുണ്ട്. അപ്പോൾ അത് സിവിൽ ശിക്ഷകളാണ്, ക്രിമിനൽ ശിക്ഷകളല്ല. അത്തരം സിവിൽ ശിക്ഷകൾക്ക് വരുന്ന പ്രതികളെയും എവിടെയാണ് താമസിപ്പിക്കുന്നത്? അത് ഈ സെൻട്രൽ ജയിലിലാണ്. പിന്നെ സുരക്ഷാ കാരണങ്ങളാൽ മറ്റു ജയിലുകളിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സബ് ജയിലുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെയുള്ള ജില്ലാ ജയിലുകളുണ്ട്, സ്പെഷ്യൽ സബ് ജയിലുകളുണ്ട്. അത്തരം ജയിലുകൾക്കകത്ത് സുരക്ഷാ കാരണങ്ങളാൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും അടി നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആരുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇവരവിടെ പാർപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, സെൻട്രൽ ജയിലിലേക്ക് വേണമെങ്കിൽ മാറ്റി പാർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതായത് കാപ്പ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാപ്പ ആക്ട് അല്ലെ. കാപ്പ നിയമപ്രകാരമുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്നത് സാധാരണഗതിയിൽ സെൻട്രൽ ജയിലിലാണ്. പക്ഷേ ഇപ്പോൾ ഹൈ സെക്യൂരിറ്റി പ്രിസൺ കൂടി വന്നതിന് ശേഷം ഹൈ സെക്യൂരിറ്റി പ്രിസണിലേക്കും കാപ്പ പ്രതികളെ അയക്കുന്നുണ്ട്. അപ്പോൾ കാപ്പ പ്രതികളെ സാധാരണയായിട്ട് പാർപ്പിക്കുന്ന സ്ഥലം ഏതാണ്? അത് സെൻട്രൽ പ്രിസൺ ആണ്. സമീപത്തുള്ള സബ് ജയിൽ, അതുപോലെ സ്പെഷ്യൽ സബ് ജയിൽ, ജില്ലാ ജയിൽ എന്നിവിടങ്ങളിലെ തടവുകാരുടെ എണ്ണം അംഗീകൃത ശേഷിയേക്കാൾ കൂടുതലായാൽ, ഇപ്പോൾ ഓരോ ജയിലുകൾക്കും അംഗീകൃത കപ്പാസിറ്റി ഉണ്ട്, അത്രയും പേര് അവിടെ കൊള്ളുള്ളൂ. ഓരോ സെല്ലുകൾക്കും ഇത്ര ക്യൂബിക് സെന്റിമീറ്റർ ആയിട്ടുള്ള, ഇത്ര ക്യൂബിക് ആയിട്ടുള്ള വ്യാപ്തിയിലുള്ള എയർ ക്വാളിറ്റി വേണമെന്ന് പറയുന്നുണ്ട് ഓരോ സെല്ലുകൾക്ക്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും പിന്നീട്. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് ഒരു നിശ്ചിത തടവുകാരെ മാത്രമേ ഓരോ ജയിലുകളിലും പാർപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ അവിടെ പാർപ്പിക്കേണ്ട അവസ്ഥ വന്നാലോ, അത്തരം പ്രതികളെ എവിടേക്ക് കൊണ്ടുപോകാം? സെൻട്രൽ പ്രിസണിലേക്ക് കൊണ്ടുപോകാം. ഈ പറയുന്ന മുകളിൽ പറഞ്ഞ കാരണങ്ങളൊന്നും ഇല്ലാത്ത പ്രതികളാണെങ്കിൽ പോലും അത്തരം റിമാൻഡ് പ്രതികളെ എല്ലാം വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിചാരണ തടവുകാരായിക്കോട്ടെ, റിമാൻഡ് പ്രതികളായിക്കോട്ടെ, അവരെയെല്ലാം സെൻട്രൽ ജയിലിലേക്ക് മാറ്റാം. സോ അതാണ് പറഞ്ഞു വരുന്നത്. എണ്ണം അംഗീകൃത ശേഷിയേക്കാൾ കൂടുതലായാൽ പ്രസ്തുത ജയിലുകളിലെ റിമാൻഡ് വിചാരണ തടവുകാരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പാർപ്പിക്കാവുന്നതാണ്. ഇനി തിരുവനന്തപുരം, വിയ്യൂർ, കണ്ണൂർ, മലപ്പുറം എന്നിവിടങ്ങളിലായിട്ട് 4 സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമുകൾ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ എവിടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തവനൂരിലാണ്, മലപ്പുറം ജില്ലയിലെ തവനൂരിലാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ 4 സെൻട്രൽ ജയിലുകൾ, ഓരോന്നും എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷങ്ങൾ ഏതാ? ഒന്ന് തിരുവനന്തപുരത്തെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം വർഷം പഠിച്ചതാണ്, നമ്മൾ ഒന്നുകൂടി പറഞ്ഞു പോവാണ്, 1886. രണ്ടാമത് വന്നത് വിയ്യൂരാണ്. അത് എവിടെയാണ്? 1914. രണ്ടാമത് വന്നത് തിരുവനന്തപുരത്താണ്. ഒന്നാമത്തെ കണ്ണൂരാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. കണ്ണൂരത്ത് 1869 വിയ്യൂർ വന്നത് 1914. അതിനുശേഷം 2022 തവനൂര്, മലപ്പുറം ജില്ലയിലെ തവനൂരും വന്നു. അപ്പോൾ 4 സെൻട്രൽ ജയിലുകൾ. അതിൽ ആദ്യം വന്നത് കണ്ണൂര് 1869. അതിനുശേഷം 1886 തിരുവനന്തപുരത്ത് വരുന്നു. 1914 തൃശ്ശൂർ വരുന്നു, വിയ്യൂര്. അതിനുശേഷം 2022 മലപ്പുറം ജില്ലയിലെ തവനൂരും വരുന്നു.
ദെൻ ഓപ്പൺ പ്രിസൺസ് ആൻഡ് കറക്ഷൻ ഹോമുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി പ്രവർത്തിക്കുന്ന മതിൽക്കെട്ടുകളില്ലാത്ത, അതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ പ്രിസൺ എന്ന് വിളിക്കുന്നത് അല്ലേ. അത്തരം പ്രിസണുകളെയാണ് ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമുകൾ എന്ന് വിളിക്കുന്നത്. ആത്മനിയന്ത്രണവും അതുപോലെ സാമൂഹ്യ ഉത്തരവാദിത്വമുള്ള നല്ല പെരുമാറ്റമുള്ള ശിക്ഷാ തടവുകാരെയാണ് ഇത്തരം ജയിലുകളിൽ പ്രവേശിപ്പിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്നത്. അതായത് ജയിൽ ചാടി പോകാനുള്ള സാധ്യതയൊന്നും ഇല്ലാത്ത ആൾക്കാർ, അത്തരം പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന, കഴിഞ്ഞ കാലങ്ങളായിട്ട് കുറേ കാലങ്ങളായിട്ട് മറ്റ് ജയിലുകളിൽ പാർപ്പിക്കുന്ന സമയത്ത് അവരുടെ ക്യാരക്ടറിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ഇവരങ്ങനെ തടവ് ചാടി പോകാൻ സാധ്യതയില്ലാത്ത, അത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള, ആത്മനിയന്ത്രണമുള്ള, സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളുള്ള പ്രതികളാണ് എന്ന് തോന്നുമ്പോൾ മാത്രമാണ് അവരെ ഓപ്പൺ പ്രിസണുകളിലേക്ക് അയക്കുന്നത്. സംസ്ഥാനത്ത് നമുക്കറിയാം, ഓൾറെഡി പഠിച്ചാണ്, 2 ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമുകളിൽ ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിലും മറ്റൊന്ന് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലുമാണ് എന്ന് നമ്മൾ പഠിച്ചതൊക്കെ എവിടെ ഏത് വർഷം വന്നു എന്നെല്ലാം നമ്മൾ പഠിച്ചതാണ്. ദെൻ സ്ത്രീകൾക്കുള്ളത് ആകെ ഒരെണ്ണമാണ്, അത് പൂജപ്പുരയിലാണ്. അങ്ങനെ 3 ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമുകളാണ്, 3 എണ്ണമുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞു നെട്ടുകാൽത്തേരിയിലെ 1962 നെട്ടുകാൽത്തേരിയിൽ ഓപ്പൺ പ്രിസൺ വരുന്നത്. 2007 എവിടെ വരുന്നത്? ചീമേനിയിലെ, കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലെ ഓപ്പൺ പ്രിസൺ വരുന്നത് നമ്മൾ പഠിച്ചു. 2013 പൂജപ്പുരയിലെ തിരുവനന്തപുരത്ത് വുമൺ ഓപ്പൺ പ്രിസൺ ആരംഭിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് പ്രിസണുകൾ പഠിച്ചു. ഏതൊക്കെയാ? സെൻട്രൽ പ്രിസണെ കുറിച്ച് പഠിച്ചു, 2 ഓപ്പൺ പ്രിസണെ കുറിച്ച് പഠിച്ചു. മൂന്നാമത്തെയാണ് അതീവ സുരക്ഷാ ജയിൽ അഥവാ ഹൈ സെക്യൂരിറ്റി പ്രിസൺ. സംസ്ഥാനത്തെ ആദ്യത്തെ അതിസുരക്ഷാ ജയിൽ ആരംഭിച്ചത് 2019 ജൂലൈ മാസം 3-ാം തീയതിയാണ്. 2019 ജൂലൈ 3-നാണ് ഹൈ സെക്യൂരിറ്റി പ്രിസൺ ആരംഭിക്കുന്നത്. എവിടെയത്? തൃശ്ശൂർ ജില്ലയിലെ വിയ്യൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ വിയ്യൂര് സെൻട്രൽ ജയിലിനോടും സബ് ജയിലിനോടും ജില്ലാ ജയിലിനോടും വനിതാ ജയിലിനോടും ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിയ്യൂര്, തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂരിലുള്ള വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയില് സ്ഥിതി ചെയ്യുന്നത്. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിച്ച ജയിലിന് 600 തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ആകെ ഒരെണ്ണേ ഉള്ളൂ കേരളത്തിൽ, അതിൽ 600ഓളം തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിന് 192ഓളം സെല്ലുകളുണ്ട്. 9 ഏക്കർ സ്ഥലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കോട് കൂടിയ 3 നില കെട്ടിടത്തിലാണ് ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ദെൻ അതിസുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ എങ്ങനെയുള്ള തടവുകാരാണ്? ഭീകരവാദികൾ, തീവ്രവാദികൾ, അപകടകാരികളായിട്ടുള്ള തടവുകാർ, കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ കാപ്പ പോലെയുള്ള ആക്ടുകളിൽ കെടുക്കുന്ന ആൾക്കാർ, പ്രിവെൻറ്റീവായിട്ട് മെഷേഴ്സിൽ കെടുക്കുന്ന ആൾക്കാർ, അങ്ങനെ അപകടകാരികളാണ് എന്ന് തോന്നുന്ന തടവുകാരിയാണ് സാധാരണഗതിയിൽ ഹൈ സെക്യൂരിറ്റി പ്രിസണകത്ത് പാർപ്പിക്കുന്നത്. മറ്റ് ജയിലുകൾക്കകത്ത് കാര്യമായിട്ടുള്ള അടികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുക, അല്ലെ, വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക, അത്തരം തടവുകാരിയാണ് സാധാരണയായിട്ട് അതിസുരക്ഷാ ജയിലിൽ പാർപ്പിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ജയിലിൽ ബാഗേജ് സ്കാനർ ഉണ്ട്. ഇപ്പോൾ ബാഗേജ് സ്കാനറൊക്കെ മിക്കവാറും സെൻട്രൽ ജയിലുകളിലൊക്കെ വന്നു കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഇവിടെയാണ് ഇതൊക്കെ കാര്യമായിട്ട് കൊണ്ടുവരുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതലും കൊണ്ടുവന്നത് ഇവിടെ ഹൈ സെക്യൂരിറ്റി പ്രിസണിലാണ്. ബാഗേജ് സ്കാനർ, അതുപോലെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ലോക്ക് സംവിധാനങ്ങൾ എന്നിവയെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റു സെല്ലുകളുടെ അന്തേവാസികൾ പരസ്പരം കാണാത്ത തരത്തിലാണ് സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ സെല്ലുകളിലും പരിസരങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ CCTV ക്യാമറകളെല്ലാം ഇപ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മറ്റ് പല ജയിലുകളിലും വന്നിട്ടുണ്ട്. ഓക്കെ, സോ വുമൺ പ്രിസൺ. അടുത്താണ് വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോംസ്. അപ്പോൾ നമ്മൾ സെൻട്രൽ പ്രിസണെ കുറിച്ച് പഠിച്ചു, അതിനുശേഷം ഓപ്പൺ പ്രിസൺ ഉണ്ടെന്ന് പഠിച്ചു, പിന്നീട് നമ്മൾ ഹൈ സെക്യൂരിറ്റി പ്രിസൺ ഉണ്ടെന്ന് പഠിച്ചു. ഇനി ഇതിൻ്റെയൊക്കെ കറക്ഷണൽ റൂൾസ് ഉണ്ട് കേട്ടോ, ജയിൽ റൂൾസ് ഉണ്ട്. അവിടെ എത്തുന്ന സമയത്ത് ആ ക്ലാസ്സുകൾക്ക് അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റൂൾസ് എല്ലാം നമുക്ക് പഠിച്ചു പോകാം. ഇപ്പോൾ ജയിലുകൾ എന്താണെന്നും എങ്ങനെയുള്ള ജയിലുകളാണെന്നും എവിടെയാണെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോംസ് ശിക്ഷാ കാലാവധി പരിഗണിക്കാതെ തന്നെ വനിതകളായ എല്ലാ ശിക്ഷാ തടവുകാരെയും, റിമാൻഡ് തടവുകാരെയും, വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്നതിനായിട്ടുള്ള സ്ഥാപനമാണ് വനിതാ ജയിൽ. അപ്പോൾ വനിതാ ജയിലിനകത്ത് റിമാൻഡ് പ്രിസണർ എന്നോ കൺവിക്ഷൻ പ്രിസണർ എന്നോ അണ്ടർ ട്രയൽ പ്രിസണർ എന്നോ അങ്ങനെ ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. എല്ലാ തരം തടവുകാരും വനിതകളാവണമെന്ന് മാത്രം. അത്തരം തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥലമാണിത് വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോംസ്. എത്ര എണ്ണം ഉണ്ട്? നമ്മളത് പഠിച്ചതാണ്, 3 എണ്ണമാണുള്ളത് അല്ലേ. 3 എണ്ണം. ഒന്ന് തിരുവനന്തപുരത്താണ് അല്ലേ. ഈ ജയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന നെയ്യാറ്റിൻകരയിലാണ്, 1990. അതിനുശേഷം ഇപ്പോഴത്തെ അട്ടക്കുളങ്ങര എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 2011 എന്ത് ചെയ്യുന്നു? മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്ത്, ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം ഉണ്ട്. അത് ശരിക്കും സ്ഥാപിച്ചത് 1990. എന്നാൽ ഇന്ന് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത് 2011 എന്ന് പഠിക്കാം. ദെൻ വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം വിയ്യൂരാണ്, 2011. 2009 അതിന് മുമ്പ് തന്നെ വിയ്യൂര് കൊണ്ടുവരുന്നതിന് മുമ്പ് 2009 കണ്ണൂര് എന്ത് കൊണ്ടുവരുന്നു? വുമൺ പ്രിസൺ കൊണ്ടുവരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
മലപ്പുറത്തെ സെൻട്രൽ ജയിൽ എത്തുന്നതിന് മുമ്പ് 3 സെൻട്രൽ ജയിലുകളാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തും അതുപോലെ വിയ്യൂരും അതുപോലെ കണ്ണൂരും. ഈ 3 സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നു? വനിതാ പ്രസനുകളും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷമാണ് 2022 തവനൂർ സെൻട്രൽ ജയിൽ വരുന്നത്. അപ്പം മുമ്പുണ്ടായിരുന്ന സെൻട്രൽ ജയിലുകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എന്തും കൊണ്ടുവന്നിട്ടുണ്ട്? വനിതാ ജയിലുകളും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ വനിതാ ജയിൽ തിരുവനന്തപുരത്ത് 1990 സ്റ്റാർട്ട് ചെയ്തെങ്കിലും 2011 അറ്റക്കുളങ്ങരയിലേക്ക് മാറ്റുന്നത്. 2011 തന്നെയാണ് തൃശ്ശൂര് വിയ്യൂര് ഒരു വുമൺ പ്രസൻ ആരംഭിക്കുന്നത്. അത് സെൻട്രൽ ജയിലിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ. അതിനുശേഷം അതിനു മുമ്പ് 2009 കണ്ണൂര് സെൻട്രൽ ജയിലിനോട് ചേർന്ന് വനിതാ പ്രിസൺ ആരംഭിക്കുന്നത്. ദെൻ ഡിസ്ട്രിക്ട് ജയിൽ. അപ്പോൾ നമ്മളിപ്പോൾ എന്തെല്ലാം ടൈപ്പ് ജയിലുകൾ പഠിച്ചു കഴിഞ്ഞു? നമ്മൾ സെൻട്രൽ പ്രിസണെ കുറിച്ച് പഠിച്ചു, ഓപ്പൺ പ്രിസണെ കുറിച്ച് പഠിച്ചു, ഹൈ സെക്യൂരിറ്റി പ്രിസണെ കുറിച്ച് പഠിച്ചു, വനിതാ പ്രിസണെ കുറിച്ചും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജില്ലാ ജയിലുകളാണ്. ജില്ലാ ജയിലുകളുടെ പ്രത്യേകത എന്താ? 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെ. അപ്പോൾ 6 മാസത്തിൽ കൂടുതലുള്ള ശിക്ഷാ തടവുകാരെ സെൻട്രൽ പ്രിസണിലേക്ക് വിടുമെന്ന് നമ്മൾ പഠിച്ചല്ലോ. അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പഠിക്കുക, 6 മാസത്തിന് താഴെയുള്ള 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെ എവിടെ പാർപ്പിക്കാം? ജില്ലാ ജയിലിൽ വേണമെങ്കിൽ പാർപ്പിക്കാം. കൂടാതെ അത് ശിക്ഷാ തടവുകാർ മാത്രമല്ല, റിമാൻഡ് തടവുകാരെ, വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനം കൂടിയാണ് എന്ത്? ജില്ലാ ജയിലുകൾ. ഓരോ ജില്ലയിലും ഓരോന്നാണ് സാധാരണയായിട്ട് ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കാമൊന്ന്. ഇപ്പോൾ പക്ഷെ 13 ജില്ലാ ജയിലുകളേ ഉള്ളൂ. 13 ജില്ലാ ജയിലുകളേ ഉള്ളൂ. 14 ജില്ലാ ജയിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ 13. എന്തുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലെ ഒരു ജില്ലാ ജയിലുണ്ട്. അത് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലുണ്ട്, പത്തനംതിട്ട ജില്ലയിലുണ്ട്, ആലപ്പുഴ ജില്ലയിലുണ്ട്, കോട്ടയം ജില്ലയിലുണ്ട്, ഇടുക്കി ജില്ലയിലെ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, എറണാകുളം ജില്ലയിലുണ്ട്, തൃശ്ശൂരിലെ വിയ്യൂരുണ്ട്, പാലക്കാടിലെ മലമ്പുഴയിലുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, വയനാട്ടിലെ മാനന്തവാടിയിലുണ്ട്, കാസർഗോഡിലെ ഹോസ്ദുർഗുണ്ട്. അപ്പൊ ഏത് ജില്ലയിലാണ് ആ ജില്ലാ ജയിൽ ഇല്ലാത്തത്? മലപ്പുറം ജില്ലയിൽ. കാരണം എന്താ? മലപ്പുറം ജില്ലയിലെ ജില്ലാ ജയിലും ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് തവനൂർ ഉണ്ടായിരുന്ന ജില്ലാ ജയിൽ എന്തായി മാറി? സെൻട്രൽ ജയിലായിട്ട് മാറി. അപ്പോൾ മലപ്പുറം ജില്ലാ ജയിലില്ല, പകരം എന്ത് വന്നു? സെൻട്രൽ ജയിൽ വന്നു. അപ്പോൾ മൊത്തം ജില്ലാ ജയിലുകളുടെ എണ്ണം എത്രയായി മാറി? 13 ആയിട്ട് മാറി. ഓക്കെ അല്ലേ? ഇനി ഇത് തന്നെ ജില്ലാ ജയിലുകളെ തന്നെ നമുക്ക് 3 മേഖലകളായിട്ട് തിരിക്കാം. ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ജയിൽ വകുപ്പിനെ 3 മേഖലകളായിട്ട് തിരിക്കുന്നു എന്ന്. ദക്ഷിണ മേഖലയിലെ ജില്ലാ ജയിലുകൾ, ദക്ഷിണ മേഖലയിലെ ജില്ലാ ജയിലുകൾ നോക്കാം. സൗത്ത് സോണിൽ ഏതൊക്കെയാ അത്? 1 തിരുവനന്തപുരം, 2 കൊല്ലം, 3 പത്തനംതിട്ട, 4 ആലപ്പുഴ. ഈ 4 ജില്ലാ ജയിലുകൾ എവിടെയാണ്? ദക്ഷിണ മേഖലയിലും. ഇനി സെൻട്രൽ സോണിലേക്ക്, മധ്യമേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലെ ജില്ലാ ജയിലുകളും. അതിനുശേഷം ഉത്തരമേഖലയിലെ ജില്ലാ ജയിലുകളാണ് പാലക്കാടുള്ളതും കോഴിക്കോടുള്ളതും കണ്ണൂരുള്ളതും വയനാടുള്ളതും കാസർഗോഡുള്ളതും. അങ്ങനെ നമ്മൾ ഇത്തരത്തിൽ സോണുകൾ തിരിച്ചിട്ടാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക. എല്ലാ സോണുകളിലും ഓരോ DIGമാരുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്തെല്ലാം ജയിലുകൾ പഠിച്ചു? നമുക്ക് കേരളത്തിനകത്ത് സെൻട്രൽ പ്രിസൺ ഉണ്ടെന്ന് പഠിച്ചു, പിന്നെ ഓപ്പൺ പ്രിസണുകൾ ഉണ്ടെന്ന് പഠിച്ചു, ഹൈ സെക്യൂരിറ്റി പ്രിസണുകൾ ഉണ്ടെന്ന് പഠിച്ചു, വനിതാ ജയിലുകൾ ഉണ്ടെന്ന് പഠിച്ചു. 5ാമത്തെ തരമായിരുന്നു ജില്ലാ ജയിലുകൾ. ഇനി മറ്റൊരു തരമാണ് ബോസ്റ്റൽ സ്കൂള്. ബോസ്റ്റൽ സ്കൂളിന്റെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? നമുക്ക് 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള കൗമാരക്കാരായിട്ടുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായിട്ടുള്ള സ്ഥാപനമാണ് ഏത്? ബോസ്റ്റൽ സ്കൂള്. കേരളത്തിലെ ഒരേ ഒരു ബോസ്റ്റൽ സ്കൂളേ ഉള്ളൂ. അത് പണ്ട് കണ്ണൂരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോഴെവിടെയാ അത്? എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ്. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് ബോസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നതെന്ന് കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഇത് കണ്ണൂരിൽ നിന്ന് മാറ്റി സ്ഥാപിക്കപ്പെട്ടതാണ് എന്നുള്ളതും നമ്മൾ പഠിച്ചതാണ്. ദെൻ അടുത്തതൊന്നാണ് സ്പെഷ്യൽ സബ് ജയിലുകൾ. സ്പെഷ്യൽ സബ് ജയിലുകൾ നോക്കൂ. സ്പെഷ്യൽ സബ് ജയിലുകൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും, അപ്പൊ 6 മാസം വരെയാണെങ്കിൽ ജില്ലാ ജയിലില്, 6 മാസത്തിന് മുകളിലാണെങ്കിൽ സെൻട്രൽ ജയിലില്, എന്നാൽ 3 മാസം വരെ, 3 മാസവും 3 മാസത്തിന് താഴെയോ ശിക്ഷ അനുഭവിക്കേണ്ട കൺവിക്ഷൻ പ്രിസണേഴ്സ് ആണെങ്കിൽ എവിടേക്ക് പാർപ്പിക്കാം? നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സബ് ജയിലുകളിൽ പാർപ്പിക്കാവുന്നതാണ്. മാത്രമല്ല റിമാൻഡ് കുറ്റവാളികൾ, അതുപോലെ തന്നെ വിചാരണ തടവുകാരെ, അങ്ങനെയുള്ള ആൾക്കാരെ പാർപ്പിക്കുന്ന സ്ഥലമാണ് സ്പെഷ്യൽ സബ് ജയിൽ. കേരളത്തിലാകെ 16ഓളം സ്പെഷ്യൽ സബ് ജയിലുകളുണ്ട്. 16 സ്പെഷ്യൽ സബ് ജയിലുകളാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര, നെയ്യാറ്റിൻകര, അതുപോലെ തന്നെ കൊട്ടാരക്കര, മാവേലിക്കര, പൊൻകുന്നം, ദേവികുളം, മൂവാറ്റുപുഴ, ഇരിങ്ങാലക്കുട, ചിറ്റൂർ, മഞ്ചേരി, കോഴിക്കോട്, വൈത്തിരി, കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, കാസർഗോഡ് തുടങ്ങിയ അതാണ് നമ്മുടെ 16ഓളം സ്പെഷ്യൽ സബ് ജയിലുകൾ. അത് നമുക്ക് സോണുകൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, മാവേലിക്കര, അതുപോലെ തന്നെ മധ്യമേഖലയിലാണെങ്കിൽ പൊൻകുന്നം, ദേവികുളം, മൂവാറ്റുപുഴ, ഇരിങ്ങാലക്കുട. ഇനി ഉത്തരമേഖലയിലാണെങ്കിലോ
ചിറ്റൂർ, മഞ്ചേരി, കോഴിക്കോട്, വൈത്തിരി, കണ്ണൂർ, തലശ്ശേരി, കാസർഗോഡ്, കൂത്തുപറമ്പ്. ഇത്രയുമാണ് സ്പെഷ്യൽ സബ് ജയിലുകൾ. അപ്പോൾ കേരളത്തിലെ നമ്മളെ കറക്ഷൻ ഹോമുകളായിട്ടുള്ള സെൻട്രൽ ജയിലുകൾ, അതുപോലെ തന്നെ നമുക്ക് വനിതാ ജയിലുകൾ, ഓപ്പൺ ജയിലുകൾ, ഹൈ സെക്യൂരിറ്റി പ്രിസണുകൾ, ജില്ലാ ജയിലുകൾ, സ്പെഷ്യൽ സബ് ജയിലുകൾ, ബോസ്റ്റൽ സ്കൂളുകളെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ എല്ലാ താഴെത്തട്ടിൽ ഏറ്റവും ഏറ്റവും താഴെത്തട്ടിലുള്ള ജയിൽ എന്നറിയപ്പെടുന്നത് സബ് ജയിലുകളാണ്. കേരളത്തിലെ സബ് ജയിലുകളാണ്. ഈ സബ് ജയിലുകൾ എന്ന് പറയുമ്പോൾ 1 മാസം വരെ ശിക്ഷിക്കപ്പെടുന്ന തടവുകാരെയും പിന്നെ റിമാൻഡ് തടവുകാരെ, വിചാരണ തടവുകാരെ ഇവരെ പാർപ്പിക്കുന്ന സ്ഥലമാണ് സബ് ജയിലുകൾ. 1 മാസം വരെയുള്ളതാണ് നോർമലി സബ് ജയിലുകളിലെ താമസിപ്പിക്കുന്നത്. പിന്നെ റിമാൻഡ് പ്രിസണേഴ്സും അതുപോലെ അണ്ടർ ട്രയൽ പ്രിസണേഴ്സും ഉണ്ടാവും. ദെൻ മൊത്തം കേരളത്തിനകത്ത് 16ഓളം സബ് ജയിലുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. അത് കഴിഞ്ഞ് നമുക്ക് സോൺ തിരിച്ചു നോക്കാം. ആറ്റിങ്ങൽ, മീനച്ചൽ, പീരുമേട്, മട്ടാഞ്ചേരി, എറണാകുളം, ആലുവ, ചാവക്കാട്, വിയ്യൂര്, ആലത്തൂർ, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ, കൊയിലാണ്ടി, വടകര, കണ്ണൂർ. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ഇവിടെയൊക്കെയാണ് സബ് ജയിലുകളുള്ളത്. അത് ദക്ഷിണ മേഖലയിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഒറ്റ സബ് ജയിലാണല്ലോ. ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഒരു സബ് ജയിൽ മാത്രമാണ് സൗത്ത് സോണിൻ്റെ കീഴിൽ വരുന്നത്, ദക്ഷിണ മേഖലയുടെ കീഴിൽ വരുന്നത്. മധ്യമേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ മീനച്ചിൽ സബ് ജയിലുണ്ട്, പീരുമേട് സബ് ജയിലുണ്ട്, മട്ടാഞ്ചേരി സബ് ജയിലുണ്ട്, എറണാകുളം സബ് ജയിലുണ്ട്, ആലുവ സബ് ജയിലുണ്ട്, ചാവക്കാടുണ്ട്, വിയ്യൂരുണ്ട്. ഇതുകൂടാതെ ഉത്തരമേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആലത്തൂര്, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ, കൊയിലാണ്ടി, വടകര, കണ്ണൂർ. ഏതൊക്കെയാ? ആലത്തൂര്, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂര്, കൊയിലാണ്ടി, വടകര, കണ്ണൂര്. നമ്മുടെ മധ്യമേഖലയിൽ ഏതൊക്കെയാ? മീനച്ചിലുണ്ട്, പീരുമേടുണ്ട്, മട്ടാഞ്ചേരി ഉണ്ട്, എറണാകുളമുണ്ട്, ആലുവയുണ്ട്, ചാവക്കാടുണ്ട്, വിയ്യൂരുണ്ട്. ആറ്റിങ്ങൽ മാത്രമാണ് എവിടെയുള്ളത്? നമ്മുടെ ദക്ഷിണ മേഖലയിലുള്ളത്. സോ ഇനി നമ്മൾ ദക്ഷിണ മേഖലയിലെ നോർമൽ ജയിൽ സ്ഥാപനങ്ങൾ, മറ്റെല്ലാ ജയിൽ സ്ഥാപനങ്ങളും ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ, ഇപ്പം സബ് ജയിൽ വരെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ജയിലുകളും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഓരോ ജയിൽ സ്ഥാപനങ്ങളെ എടുത്ത് നമ്മൾ ജില്ല തിരിച്ച് ഒന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ദക്ഷിണ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ എന്തെല്ലാം ജയിൽ സ്ഥാപനങ്ങൾ ഉണ്ട് എന്നൊന്ന് നോക്കി പോകാം. ഒരുവിധം എല്ലാം നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഒന്ന് DIG ഓഫീസ് അല്ലെ, ദക്ഷിണ മേഖല DIG ഓഫീസ്. അതുപോലെ തിരുവനന്തപുരം സിക്കയിലെ സിക്ക എന്ന് പറയുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ DIG ദക്ഷിണ മേഖല ഓഫീസും സിക്ക എന്ന് പറയുന്നതും തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം തിരുവനന്തപുരത്തുണ്ട്, നമ്മൾ പഠിച്ചതാ അല്ലെ. ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം നെട്ടുകാൽത്തേരിയിലുണ്ട്, നമ്മൾ പഠിച്ചു. ജില്ലാ ജയിലുണ്ട് തിരുവനന്തപുരത്ത് എന്ന് നമ്മൾ പഠിച്ചു. വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം ഉണ്ട് തിരുവനന്തപുരത്ത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി വുമൺ ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം തിരുവനന്തപുരത്ത് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. സ്പെഷ്യൽ സബ് ജയിലുണ്ട് തിരുവനന്തപുരത്ത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി സ്പെഷ്യൽ സബ് ജയിൽ നെയ്യാറ്റിൻകരയിലുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അവസാനം നമ്മൾ സബ് ജയിൽ എവിടെയുണ്ട്? ആറ്റിങ്ങൽ ഒരു സബ് ജയിലുണ്ട് എന്നും പഠിച്ചു. ഇതുകൂടാതെ കേരള പ്രിസൺസ് ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പോൾ കേരള പ്രിസൺസ് ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് ജയിൽ ഓഫീസുകളുണ്ട്. ആ സ്ഥാപനങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. കൊല്ലം ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആകെ 2 സ്ഥാപനങ്ങളേ ഉള്ളൂ. ഒന്ന് ജില്ലാ ജയിലാണ് കൊല്ലം, 2 സ്പെഷ്യൽ സബ് ജയിൽ കൊട്ടാരക്കര. പത്തനംതിട്ടയിലേക്ക് വന്നാലോ ജില്ലാ ജയിൽ മാത്രം, ഒരൊറ്റ ജയിലേ ഉള്ളൂ പത്തനംതിട്ടയിൽ, അത് ജില്ലാ ജയിലാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോഴോ 2 ജയിലുകളുണ്ട്. ഒന്ന് ആലപ്പുഴ ജില്ലാ ജയിലും 2 ആലപ്പുഴ സ്പെഷ്യൽ സബ് ജയിൽ, മാവേലിക്കരയിലുള്ള സ്പെഷ്യൽ സബ് ജയിലാണ് മാവേലിക്കരയിൽ കേട്ടോ. ഇത്രയാണ് സൗത്ത് സോണിലുള്ളതെങ്കിൽ ഇനി മധ്യമേഖലയിലേക്ക് സെൻട്രൽ സോണിലേക്ക് കിടക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയാണ് ആദ്യം. കോട്ടയം ജില്ലയിൽ ജില്ലാ ജയിലുണ്ട്. അതുകൂടാതെ പൊൻകുന്നത്ത് ഒരു സ്പെഷ്യൽ സബ് ജയിലുണ്ട്. സ്പെഷ്യൽ സബ് ജയിൽ പൊൻകുന്നം, സബ് ജയിൽ പാലയിലുള്ള സബ് ജയിലുമുണ്ട്. ഇനി നമ്മൾ ഇടുക്കിയിലേക്ക് വരികയാണെങ്കിലോ ജില്ലാ ജയിൽ ഇടുക്കി, മുട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത് ജില്ലാ ജയിൽ ഇടുക്കി. ദെൻ സ്പെഷ്യൽ സബ് ജയിൽ ദേവികുളം. പീരുമേട് ഒരു സബ് ജയിലുണ്ട്, പീരുമേട് സബ് ജയിലുണ്ട്. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിലോ ജില്ലാ ജയിലുണ്ട്. ദെൻ സ്പെഷ്യൽ സബ് ജയിലുണ്ട് മൂവാറ്റുപുഴ. പിന്നെ എന്തുണ്ട്? ബോസ്റ്റൽ സ്കൂളുണ്ട് തൃക്കാക്കര, നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, ബോസ്റ്റൽ സ്കൂള് ഉണ്ട്. ദെൻ ഇനി സബ് ജയിൽ എറണാകുളം സബ് ജയിലുണ്ട്, ആലുവ സബ് ജയിലുണ്ട്, മട്ടഞ്ചേരി സബ് ജയിലുണ്ട്. സബ് ജയിലുകളിൽ ലിസ്റ്റ് എടുത്ത 3 സബ് ജയിലുകൾ എറണാകുളം ജില്ലയിലുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? എറണാകുളം, ആലുവ, മട്ടഞ്ചേരി. ഇനി തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാലോ മധ്യമേഖല DIG ഓഫീസ് വിയ്യൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം വിയ്യൂരുണ്ട്. ഹൈ സെക്യൂരിറ്റി പ്രിസൺ ഉണ്ട് വിയ്യൂര്, ഹൈ സെക്യൂരിറ്റി പ്രിസൺ ഉണ്ട് അല്ലേ. ദെൻ ജില്ലാ ജയിലുണ്ട് വിയ്യൂര്.
സിക്കയുടെ എക്സ്റ്റൻഷൻ സെന്റർ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സിക്കയുടെ എക്സ്റ്റൻഷൻ സെന്റർ ഉണ്ട്. ഇതുകൂടാതെ വനിതാ ജയിലുണ്ട് അല്ലേ? വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം വിയ്യൂരുണ്ട്. ഇനി സ്പെഷ്യൽ സബ് ജയിലാണെങ്കിൽ എവിടെയുണ്ട്? ഇരിങ്ങാലക്കുടയിലുണ്ട്. സബ് ജയിലുകൾ 2 ഉണ്ട്, ഒന്ന് വിയ്യൂര്, മറ്റൊന്ന് ചാവക്കാട്. ശരിയല്ലേ? ഇനി ഉത്തരമേഖലയിലേക്ക് കിടക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയാണ് ആദ്യം. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലെ ജില്ലാ ജയിലുണ്ട്. മറ്റൊന്ന് സ്പെഷ്യൽ സബ് ജയില് നമ്മുടെ ചിറ്റൂരുണ്ട് അല്ലെ? ചിറ്റൂർ സ്പെഷ്യൽ സബ് ജയിലുണ്ട്. ആലത്തൂര്, ഒറ്റപ്പാലം എന്നീ സ്ഥലങ്ങളിൽ എന്തുണ്ട്? സബ് ജയിലുകളുണ്ട്. ആലത്തൂരും ഒറ്റപ്പാലത്തും സബ് ജയിലുകളുണ്ട്. മലപ്പുറത്തേക്ക് വന്നാലോ നമുക്കറിയാം അവിടെ ജില്ലാ ജയിലില്ല അല്ലെ? ജില്ലാ ജയിലില്ല. പകരം എന്തുണ്ട്? സെൻട്രൽ ജയിലുണ്ട്. തവനൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം തവനൂരുണ്ട്. ദെൻ സ്പെഷ്യൽ സബ് ജയിൽ മഞ്ചേരിയിലുണ്ട്. മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിൽ. പെരിന്തമണ്ണയിലും തിരൂരിലും പൊന്നാനിയിലും സബ് ജയിലുകൾ. 3 സബ് ജയിലുകളുണ്ട് മലപ്പുറം ജില്ലയിലെ. പെരിന്തൽമണ്ണ, തിരൂര്, പൊന്നാനി. കോഴിക്കോട് കടന്നു കഴിഞ്ഞാലോ ഉത്തരമേഖല DAG ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടിലാണ്. അതുകൂടാതെ ജില്ലാ ജയിലുണ്ട് കോഴിക്കോട്, ജില്ലാ ജയിലുണ്ട്. കഴിഞ്ഞിട്ടില്ല. സ്പെഷ്യൽ സബ് ജയിലുണ്ട് കോഴിക്കോട്, സ്പെഷ്യൽ സബ് ജയിൽ കോഴിക്കോടുണ്ട്. സബ് ജയിലുകളുണ്ട് ഏതൊക്കെയാ? ഒന്ന് കൊയിലാണ്ടി, മറ്റൊന്ന് വടകര. 2 സബ് ജയിലുകൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. അടുത്ത ജില്ല വയനാടാണ്. വയനാട് എന്നുണ്ട് ജില്ലാ ജയിലുണ്ട്. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മാനന്തവാടിയിലാണ്, നമ്മൾ പഠിച്ചതാ അല്ലെ? മറ്റൊരു സ്പെഷ്യൽ സബ് ജയിലുണ്ട്, അതെവിടെയാ? വൈത്തിരിയിലാണ്. വൈത്തിരിയിൽ സ്പെഷ്യൽ സബ് ജയിലുണ്ട്. കണ്ണൂർ ജില്ലയിലേക്ക് കടന്നാലോ സെൻട്രൽ പ്രിസൺ ഉണ്ട് അല്ലെ? സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം ഉണ്ട്, കണ്ണൂരാണത്. ജില്ലാ ജയിലുണ്ട് കണ്ണൂർ, ജില്ലാ ജയിലുണ്ട്. കഴിഞ്ഞിട്ടില്ല. വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം ഉണ്ട് കണ്ണൂര് അല്ലെ? വനിതാ ജയിലുണ്ട്. ദെൻ സ്പെഷ്യൽ സബ് ജയിലുണ്ട് കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലുണ്ട്. കൂത്തുപറമ്പിലേക്ക് വന്നാൽ സ്പെഷ്യൽ സബ് ജയിലുണ്ട്. കൂത്തുപറമ്പിൽ ഒരു സ്പെഷ്യൽ സബ് ജയിൽ. ദെൻ ഒരു സബ് ജയിൽ കണ്ണൂരുണ്ട്. കണ്ണൂർ തന്നെ ഒരു സബ് ജയിലുണ്ട്. ദെൻ സ്പെഷ്യൽ സബ് ജയിൽ തലശ്ശേരി ഉണ്ട്. തലശ്ശേരി ഒരു സ്പെഷ്യൽ സബ് ജയിൽ. ഇനി മറ്റൊന്നുണ്ട് നമ്മൾ പഠിച്ച ഏതാ? സിക്ക എക്സ്റ്റൻഷൻ സെന്റർ കണ്ണൂരുണ്ട് അല്ലെ? സിക്ക എക്സ്റ്റൻഷൻ സെന്റർ കണ്ണൂരാണ്. ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാലോ ഓപ്പൺ പ്രിസൺ ഉണ്ട്. നമ്മൾ പഠിച്ച എവിടെയാ? ചീമേനിയിൽ വന്നത് അല്ലെ? ചീമേനിയിലെ ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം എവിടെയുണ്ട്? ചീമേനിയിലുണ്ട്. ജില്ലാ ജയിൽ ഹോസ്ദുർഗ് ഉണ്ട്. കാസർഗോഡുള്ള ജില്ലാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു? ഹോസ്ദുർഗാണ്. ദെൻ മറ്റൊന്ന് കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലുണ്ട്. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലുണ്ട്. സോ ഇത്രയുമാണ് ജയിലുകളുടെ ചരിത്രവും ജയിലുകളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട വിവിധ തരം ജയിലുകൾ, ജയിലിന്റെ അഡ്മിനിസ്ട്രേഷൻ ഘടന എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ പോയിന്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ജയിൽ റൂൾസും ജയിലുമായി ബന്ധപ്പെട്ട ആക്റ്റുകളും വേറെയുണ്ട്. അത് നമുക്ക് മറ്റ് ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ താങ്ക് യു ഓൾ.